ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 ഏപ്രിൽ 12 വരെ ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. അതായത് നിങ്ങൾക്കിതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ്. ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകർ ഇനി നിങ്ങൾ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കുതിക്കുവാൻ പോകുന്നു. അതായത് സൂര്യശനി സംയോഗം വഴി നിങ്ങളുടെ തലവര തെളിയുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത്. 2026 ഏപ്രിൽ 12 വരെ ശനി സൂര്യനുമായി ചേർന്ന് ബലഹീനനായി തുടരുന്നു. ബലഹീനനായ ഒരു ഗ്രഹം ഗുണദോഷ ഫലങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ളതല്ല. എങ്കിൽ പോലും ആ ഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇവയിൽ നിന്നെല്ലാം ഒരു വലിയ മോചനം വന്നു ചേരുന്ന സമയമാണ്. അതായത് ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറും. നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നു ചേരുന്ന കാലമാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് തലവര തെളിയുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഏഴരശനി കാഠിന്യം വളരെയധികം കുറയുന്ന സമയമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കെല്ലാം തന്നെ വലിയ ഫലം കണ്ടു തുടങ്ങും. മംഗല്യ ഭാഗ്യമുണ്ടാകും. നിങ്ങൾക്കൊരു പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പഠന ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ അനാവശ്യമായ ചെലവുകളെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ സമയം തന്നെ. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമായ സമയമാണ്. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. തലവേദന, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. അതുപോലെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം. ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുന്നതും ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും വലിയ ആശ്വാസം ലഭിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും. കർമ്മരംഗത്ത് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യതടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. എന്നാൽ ജോലി സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ബിസിനസ് മേഖലയിൽ പുരോഗതി ദൃശ്യമാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതാണ്. അതുപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ഗുണമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. ഉന്നത പഠനം എന്നത് സാധ്യമാകും. ആശയവിനിമയ കാര്യങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുന്നതാണ്. വിവാഹാലോചനകൾക്ക് കാലതാമസമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കുടുംബത്ത് സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ദേവീക്ഷേത്ര ദർശനം വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാഠിന്യം ശമിക്കുന്നു. ഔദ്യോഗിക രംഗത്ത് വലിയ ഉയർച്ച, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ഉപഹാരങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടിപ്പുണ്ടാകും. തൊഴിൽ രംഗത്തും മികവ് പുലർത്തുവാനും സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കലുഷിതമായ
അന്തരീക്ഷം എല്ലാം തന്നെ ശമിക്കും. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. രോഗാദി ദുരിതങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ മോചനം ലഭിക്കുന്ന സമയമാണ്. നിത്യവും നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. വളരെ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ടകശനി ദോഷ ദുരിതങ്ങളെല്ലാം തന്നെ നീങ്ങി ജീവിതത്തിലും തൊഴിലിലും വളരെ വലിയ ഉയർച്ചയുണ്ടാകും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം, വാഹന ലാഭത്തിനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ വഴി കാര്യസാധ്യം, പ്രണയിക്കുന്ന ആളുകൾക്ക് അംഗീകാരം എന്നിവ ലഭിക്കും. അതുപോലെ മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി പുരോഗതി ദൃശ്യമാകും. അതുപോലെ തന്നെ ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. അതോടെ തന്നെ പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറുന്ന സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യോഗ ശീലമാക്കുക. ദേവീക്ഷേത്ര ദർശനം വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാഠിന്യം വളരെയധികം കുറയുന്ന സമയമാണ്. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടമുണ്ടാകും. ഗൃഹത്തിൽ ശാന്തത കൈവരുന്നതാണ്. അതുപോലെ കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. ബന്ധുഗ്രഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. അതുപോലെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപെടുവാൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. അതുപോലെ അതിൽ നിന്നും വലിയ നേട്ടവും കൈവരിക്കുവാൻ കഴിയും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറി ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അതുപോലെ മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുന്നത് ഇരട്ടി ഫലങ്ങൾ സമ്മാനിക്കും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനി മൂലം ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കും ശാന്തി ഉണ്ടാകുന്ന സമയമാണ്. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ തന്നെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കുന്നതാണ്. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടുവാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യോഗ ശീലമാക്കുക. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. വളരെ നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ടകശനി ദുരിതങ്ങളിൽ നിന്നും വലിയ മോചനമുണ്ടാകും. വിദേശ സഞ്ചാരം എന്ന സ്വപ്നം സാധ്യമാകുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മാറും. സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ നേട്ടം ഉണ്ടാകും. സർക്കാർ ജോലി ലഭിക്കുവാനും ഭാഗ്യമുള്ള സമയമാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. അതുപോലെ മക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള ഗുണം അനുഭവിക്കുവാനും യോഗമുള്ള സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചികിത്സകൾ ഫലിക്കുന്നതാണ്. പാദങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടാകാം. ദേവീ ക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ ദോഷഫലങ്ങളെല്ലാം തന്നെ വളരെയധികം കുറയുന്ന സമയമാണ്. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ മോചനം ലഭിക്കും. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. രോഗദുരിതങ്ങളിൽ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്.
പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഏറ്റെടുത്ത എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. ജീവിത പങ്കാളിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ട ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പോരാടം നക്ഷത്ര ജാതകരാണ്. വളരെ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി ദുരിതങ്ങളെല്ലാം മാറുന്നു. കുടുംബജീവിത സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങുവാൻ കഴിയും. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന കാലമാണ്. മാനസികമായ പിരിമുറുക്കമെല്ലാം മാറും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ കഴിയും. അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ വളരെയധികം വിജയം ഉറപ്പാണ്. സന്താന ഗുണം അനുഭവിക്കുവാനും യോഗമുള്ള കാലമാണ്. വിദേശ ധനം കൈവരുവാൻ ഇടയുണ്ട്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ്. നിങ്ങൾ ദാഹങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്നത് ഇരട്ടി ഫലങ്ങൾ സമ്മാനിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. വാഗ്ദാനം നൽകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകും. മേലധികാരികൾ, തൊഴിൽ ഉടമകൾ എന്നിവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. യാത്രകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന യോഗമുണ്ട്. ഭൂമി വിൽപ്പനയിൽ തീരുമാനമാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സന്താന ഗുണം അനുഭവിക്കുവാനും യോഗമുള്ള കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധവും വന്നു ചേരും. നിങ്ങൾക്ക് വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. നിത്യവും ഗണപതി മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലത്തിന് കാരണമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. 7ര ശനിയിൽ ജന്മശനി തുടരുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ശനി ദോഷത്തിൻ്റെ കാഠിന്യം വളരെയധികം കുറയുന്നു. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. മനസ്സിന് സുഖം ലഭിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുന്നതാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയമുണ്ടാകുന്ന കാലമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ധനച്ചെലവുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. അതായത് ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാനും കഴിയുന്നതാണ്. ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിക്കുന്ന വഴി ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.